കൗള കിച്ചൺ മാജിക് സീസൺ 3ലേക്ക് സ്വാഗതം. ഒരുപാട് റൗണ്ട്സിലൂടെ നമ്മളുടെ മത്സരാർത്ഥികൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. വ്യത്യസ്തമായ പല പല വിഭവങ്ങളും പരീക്ഷിക്കുന്നുണ്ട്. ഇപ്പോൾ സർപ്രൈസ് റൗണ്ട്സ് ഉണ്ട്, പിന്നെന്താ പറയുക, നമ്മൾ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ തയ്യാറാക്കുന്ന വിഭവങ്ങളും തയ്യാറാക്കുന്നുണ്ട്. എങ്കിലും ചില കാര്യങ്ങൾ ഒരു പക്ഷേ പല പ്രേക്ഷകർക്കും അറിയാൻ ഇഷ്ടമുള്ള കാര്യങ്ങളായിട്ട് മാറുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, എന്താ പറയുക, ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളുടെ വീടുകളിൽ അല്ലെങ്കിൽ നമ്മളുടെ നാട്ടിൽ പണ്ട് കാലത്തുണ്ടായിരുന്ന വിഭവങ്ങൾ ഒരു പക്ഷേ ഇപ്പോൾ അതൊന്നും തന്നെ നിലവിലുണ്ടാവില്ല. ഒരു കടയിൽ പോയി നമുക്ക് വാങ്ങാനൊക്കില്ല. ഒരു പക്ഷേ വീടുകളിൽ പോലും അത് തയ്യാറാക്കുന്നുണ്ടാകില്ല. അതിനെന്താ പറയുക, മൺമറിഞ്ഞു പോയ ചില വിഭവങ്ങൾ എന്ന് പറയാം. അതല്ലെങ്കിൽ അതിന് മറ്റൊരു പേരിടാം, ഗ്രാൻഡ് മദേഴ്സ് റെസിപ്പീസ്. മുത്തശ്ശികളുടെ ചേരുവകൾ ചേർത്തുണ്ടാക്കുന്ന മുത്തശ്ശി വിഭവങ്ങൾ. എങ്ങനെയുണ്ടാവും അത്തരം വിഭവങ്ങളെക്കുറിച്ച് അറിയാൻ സാധിച്ചാൽ? ഒരു പക്ഷേ ഇപ്പോഴുള്ള തലമുറയ്ക്കോ അല്ലെങ്കിൽ ഇതിൻ്റെ തൊട്ട് മുന്നേ ഉള്ള തലമുറയ്ക്കോ പോലും മനസ്സിലാകാത്ത അല്ലെങ്കിൽ അവർക്ക് പോലും അറിയാത്ത ചില വിഭവങ്ങളായിരിക്കും. അത് ഇനിയുള്ള തലമുറയ്ക്കും അതിനെക്കുറിച്ചൊരു ചെറിയ ഒരു ഐഡിയ അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊരു ചെറിയൊരു രൂപം നമ്മൾക്ക് കഴിച്ചു നോക്കിയും അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കിയൊക്കെ മനസ്സിലാക്കുക എന്നുള്ള അങ്ങനെ ഒരു കാര്യം ഉണ്ടെങ്കിൽ വളരെ സന്തോഷമായിരിക്കില്ലേ? അതുകൊണ്ട് തന്നെ നമ്മളുടെ മത്സരാർത്ഥികൾക്ക് ഇനി കൊടുക്കാൻ പോകുന്ന റൗണ്ട് ഒരു എന്താ പറയുക, ഗ്രാൻഡ് മദേഴ്സ് റെസിപ്പി ആയിരിക്കും. എന്തായാലും അവരോട് നമ്മൾ ഗ്രാൻഡ് മദേഴ്സ് റെസിപ്പി എന്താണ് എന്നൊക്കെ മനസ്സിലാക്കി കുറച്ച് റിസർച്ച് വർക്ക് ചെയ്തിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. റിസർച്ച് ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ച് ഗവേഷണമൊക്കെ നടത്തി കണ്ടുപിടിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. അവരെത്രത്തോളം അത് നന്നായിട്ട് ഗവേഷണം ചെയ്തിട്ടുണ്ട്, അവരേത് രീതിയിലുള്ള വിഭവങ്ങളാണ് കൊണ്ടുവന്നിരിക്കുന്നത്, അത് ശരിക്കും ഗ്രാൻഡ് മദേഴ്സ് റെസിപ്പി തന്നെ ആണോ, ഇത്തരം കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ ഒരു റൗണ്ടിൽ പരിശോധിക്കുന്നത്. എന്തായാലും ഈ ഗ്രാൻഡ് മദേഴ്സ് റെസിപ്പി റൗണ്ട് കാണുക, ആസ്വദിക്കുക. അങ്ങനെ ഗ്രാൻഡ് മദേഴ്സ് റെസിപ്പീസുമായിട്ട് നമ്മളുടെ മത്സരാർത്ഥികളെല്ലാം റെഡിയായി നിൽക്കുവാണ്. അപ്പോൾ എന്താണ് വളരെ ഡിഫറെന്റ് ടൈപ്പുള്ള ഓരോ നമ്മൾ മറന്നിരിക്കുന്ന ഓരോ കറക്റ്റ് റെസിപ്പീസ്. നമുക്ക് മറന്നിരിക്കുന്ന മാത്രമല്ല, എനിക്ക് തോന്നുന്നു പലർക്കും അറിയാത്ത കുറേ കാര്യങ്ങളല്ലേ, ഒരുപാട് പേർക്ക് അറിയില്ല. എനിക്ക് തോന്നുന്നു നമുക്ക് പോലും ഒരു പക്ഷേ ഇതിൽ പല കാര്യങ്ങളും അറിയില്ല, നമുക്കറിയില്ല. നമ്മളെപ്പോലെ അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. ഒരു ട്രഡീഷണൽ അല്ലേ, പക്ഷെ വളരെ നാടൻ. അപ്പോൾ എന്തായാലും ഓരോരുത്തരായിട്ട് വിളിച്ച് നമുക്ക് കാണിക്കാം. സെലീന വരും. ഇത് കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്നു അല്ലേ? എന്തായാലും ജീരകക്കഞ്ഞി, ജീരകക്കഞ്ഞിയും മീൻ മേലോട് വെച്ചത്. മീൻ മേലോട്, മത്തി മേലോട് വെച്ച്. മേലോട്ട് വെച്ചതെന്നാണോ? മേലോട് എന്നാണ് അത് പറയുന്നത്. മേലോട് എന്ന് പറഞ്ഞാൽ മേലെ തീയിട്ടിട്ട് അടിയിലും മേളിലും താഴെയും കണ്ണിലിട്ട് ചെയ്യുന്ന കാര്യം. ഓക്കെ, മത്തി മേലോട് അല്ലേ? സെലീനയ്ക്ക് ഇത് ആരാ പറഞ്ഞു തന്നെ ഈ വിഭവം? ഇത് എൻ്റെ വല്യമ്മ ചെയ്യുന്നായിരുന്നു. പിന്നെ ഉപ്പൻ്റെ ഉമ്മയും ഉമ്മൻ്റെ ഉമ്മയും ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാൻ ഉമ്മൻ്റെ അടുത്തായതുകൊണ്ട് അത് കണ്ടിട്ട് ഉമ്മ പറഞ്ഞു തന്നുണ്ട്. ചുരുക്കം പറഞ്ഞാല് കുറെ ആളോട് ചോദിച്ചു. കുറെ ഉമ്മമാരുടെ കോൺട്രിബ്യൂഷൻ ഉണ്ട്. ഡെഡിക്കേഷൻ ഉണ്ടോ? ആരോട് ഡെഡിക്കേഷൻ? ഡെഡിക്കേറ്റ് ചെയ്യുന്ന ആർക്കാണ് ഇത്? ഉമ്മൻ്റെ ഉമ്മയ്ക്കോ? ഓക്കെ ഓക്കെ, ഗ്രാൻഡ് മദർ അല്ലേ? ഓക്കെ, എന്തായാലും അവർക്കെല്ലാം സന്തോഷമാകട്ടെ.
എന്തായാലും കണ്ടിട്ട് തന്നെ ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെല്ലാം ഈ നമ്മളുടെ ഒരു പക്ഷേ എല്ലാവരുടെയും മുത്തശ്ശിമാരിപ്പോൾ ജീവിച്ചിരിപ്പുണ്ടാവില്ല അല്ലേ? അപ്പോൾ നമുക്ക് അവരെ ഓർമ്മിക്കാനൊരവസരം അങ്ങനെ അവരുടെ റെസിപ്പീസ്. ഓക്കെ, നമുക്കൊന്ന് ഇനി കണ്ടു നോക്കാം. എന്തായാലും മേലോടെന്നല്ലേ പറഞ്ഞേ? അപ്പോൾ മത്തി മേലോട് എങ്ങനെയാണ് സെലീന തയ്യാറാക്കിയെന്ന് കണ്ടു നോക്കാം. അതിനോടൊപ്പം ജീരകക്കഞ്ഞി. ഹായ്, ഇന്ന് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന റൗണ്ട് നല്ല റൗണ്ടാണ്. ഗ്രാൻഡ് മദേഴ്സ് റൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ പഴമക്കാർ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു ഐറ്റമാണ് ഞങ്ങളോട് ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുള്ളത്. അതിലിപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് നമ്മുടെ നല്ല നെയ് മത്തി മേലോട് വെക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ടുള്ള മത്തിയാണ് ഞാനിപ്പോൾ കട്ട് ചെയ്ത് കൊണ്ടിരിക്കുന്നത്. മത്തി കട്ട് ചെയ്തിട്ട് ഇതുപോലെ മീൻ വറുക്കണ പാകത്തിൽ ഇങ്ങനെ വറുക്കിട്ട് കൊടുക്കണം. ഇത് മത്തി മുറിച്ച് വെച്ചിട്ട് നമുക്കൊന്ന് കഴുകിയെടുക്കാം. നെല്ലിക്കയും കുരുമുളകും അതിൻ്റെ കൂടെ ഉണക്ക നെല്ലിക്ക ഇട്ടിട്ടാണ് നമ്മൾ മേലോട്ട് വെക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു സൈഡ് ഡിഷ് എന്നുള്ള കൂട്ടത്തിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് നമ്മുടെ നെല്ലുത്തേരി, നമ്മൾ പഞ്ചാലൊക്കെ കുടിക്കുമല്ലോ ആ കഞ്ഞിയാണ്. പക്ഷെ ഇത് ജീരകക്കഞ്ഞി എന്നാണ് ഞങ്ങൾ കോഴിക്കോട് പറയുക. നല്ല ജീരകം ഇട്ടിട്ടാണ് ഞാൻ വെക്കുന്നത്. കുറച്ച് നെല്ലുത്തേരി ഇതിലിട്ടിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുക്കറിലിട്ടതുകൊണ്ട് പെട്ടെന്നായി കിട്ടും. അതുകൊണ്ട് ഇത് കഴുകിയിട്ട് നമുക്ക് ഈ അടുപ്പത്തിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അവിടെ ആവുന്നതിൻ്റെ അടുക്ക് നമുക്ക് നമ്മുടെ മത്തിയിലേക്ക് ആവശ്യമുള്ള ചുവന്നുള്ളി ഒന്ന് അരിഞ്ഞെടുക്കാം. പഴയകാല റൗണ്ടല്ലേ, അപ്പോൾ നമുക്ക് പഴയ രീതിയിലുള്ള കോസ്റ്റ്യൂമാണ് ഞാനിപ്പോൾ ഇന്ന് ഇവിടെ ഇട്ട് വന്നിട്ടുള്ളത്. ഇതൊക്കെ എല്ലാവരും കണ്ടല്ലോ. ഏതായാലും ഡ്രസ്സിനൊന്നും ഒരു കുറവ് വരുത്തണ്ട. ആ ഡ്രസ്സ് അപ്പോൾ ഒരു ലുക്ക് വരുമല്ലോ. അല്ലാതെ ചുരിദാറിട്ട് പഴമക്കാരെ ഡ്രസ്സ് ചെയ്യുമ്പോൾ ഇവിടെ ഞങ്ങളെല്ലാ കണ്ടസ്റ്റൻറ്റും അങ്ങനെയാണ് ഇട്ടിട്ടുള്ളതെന്നാണ് തോന്നുന്നത്. ഏതായാലും നമുക്ക് നമ്മുടെ പണിയിലേക്ക് നോക്കാം. ആകെ 1/2 മണിക്കൂറുള്ളൂ ടൈം. ഈ ചുവന്നുള്ളി മിക്സിയിൽ അടിച്ചെടുക്കാൻ ചെയ്യുന്നത്, അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്താൽ മതി. ഇതിലേക്ക് ഇപ്പം ഞാൻ ഇട്ട് വെച്ചിട്ടുള്ളത് ഒരു ഏകദേശം ഒരു 10-15 മത്തി ഉണ്ടാവും. അതിലേക്ക് ഇപ്പം ഒരു 10 പീസ് ചെറിയുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, ഒരു പച്ചമുളക്, തക്കാളി ഇതിലേക്ക് കട്ട് ചെയ്തിട്ട് ഒന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം.
തക്കാളി ഇതിലേക്ക് ചേരുമ്പോൾ നമ്മൾ കറി വെച്ച് കഴിയുമ്പം ഈ ഉള്ളി ഇതൊന്നും ഇങ്ങനെ തെളിഞ്ഞ് കാണില്ല, എല്ലാം നല്ല അരിഞ്ഞ് പാകത്തിലായിട്ടാണ് ഉണ്ടാവുക. അതുകൊണ്ട് ഇത് നമുക്ക് എന്തായാലും ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കും. ഇനി എന്താ ചെയ്യാന്ന് വെച്ചത്, ഉണക്ക നെല്ലിക്കയാണ്. ഒരു 15 മത്തി ഉണ്ടല്ലോ, അതിന് വേണ്ടിയിട്ട് ഇത് ഉണക്ക നെല്ലിക്ക വെള്ളത്തിൽ കുതിർത്തിട്ട് വെച്ചതാണ്. അത് നമുക്ക് മിക്സിയിലിട്ട് അടിച്ചെടുക്കണം. നന്നായിട്ട് കഴുകണം ഉണക്ക നെല്ലിക്ക. കാരണം ഉണക്ക നെല്ലിക്ക ഇത് നമ്മൾ ഉണക്ക നെല്ലിക്ക വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചതാണ്. ഇത് ഏകദേശം 1, 2, 3, 4, 5-8 എണ്ണം ഉണ്ടാവും. 5-8 ഉണക്ക നെല്ലിക്ക ഉണ്ട്. ഇത് നമുക്ക് നമ്മുടെ ശരീരത്തിന് നല്ലതാണ് കഴിച്ചു കഴിഞ്ഞാൽ. ഇത് ഒരു 8 നെല്ലിക്ക ഉണ്ടാവും 15 മത്തിക്ക്. അത് നമുക്ക് അരച്ച് വെച്ചിട്ട് ടേസ്റ്റ് നോക്കി അതിനനുസരിച്ച് കൂടുതലായി കഴിഞ്ഞാൽ നെല്ലിക്ക കഴിക്കും. അതുകൊണ്ട് വേണ്ട. അതെല്ലാവരും നമ്മുടെ ചെറിയുള്ളി ഈ കൂട്ടൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം. ഈ കൂട്ട് ഇവിടെ അടിച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ട്രഡീഷണൽ ആയിട്ട് ഉണ്ടാക്കുന്നത് കൊണ്ട് നമുക്ക് ട്രഡീഷണൽ ആയിട്ടുള്ള ചട്ടി തന്നെ ഉണ്ടാക്കുക. ചട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യാം. ഉണക്കല്ലിക്കൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കുക.